പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കണം. സ്വന്തം നിയോഗം സമർപ്പിക്കുക. ഇന്നത്തെ നിയോഗം: യാത്ര, ജോലി, കടപ്പാട്, ഉത്തരവാദിത്തം, സന്ദർശനം, കൊടുക്കവാങ്ങലുകൾ, ഏതെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കാനുണ്ടെങ്കിൽ അത്, അയൽക്കൂട്ടം പോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത്, അവിടെ പറയാനുള്ള കാര്യങ്ങൾ, ചെയ്യാനുള്ള കണക്കുകൾ, എവിടെ എന്ത് ഉത്തരവാദിത്വത്തോടെ നിന്നെ സമൂഹം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ദൈവമഹത്വത്തിനായി ചെയ്യാൻ വേണ്ടി, സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടി, അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. എല്ലാം സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈശോ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആമേൻ എന്ന് പറയണം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമേൻ എന്ന് പറയണം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ്. നമ്മളത് അംഗീകരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. അവരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ്. ഒരിക്കലും പരസ്പരം പൂരകമല്ല. വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. കർത്താവേ, യേശുക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോസ്യസ് 3:11 ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതനുസരിച്ച് കൊണ്ട് കർത്താവ് എല്ലാ മേഖലകളിലും എല്ലാമാകാൻ, കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവസിക്കാൻ, അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വെളിപാട് വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെടുക്കേണ്ട രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവെ, പല പല സംരംഭങ്ങൾക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒത്തിരി ഉദ്യമം നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ്, ചത്ത് കളയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ ദൈവം നമുക്ക് നടന്നില്ലെന്ന് ഓർത്ത് വരുത്തിക്കുന്നുണ്ട്. കല്യാണം നടക്കുമ്പോൾ വിഷമമാണ്, കാര്യം നമ്മുടെ കല്യാണം നടക്കണില്ല. മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ്, കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല.
ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട്. പള്ളിപ്പുരം പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല, കല്യാണം നടന്ന, ജോലി കിട്ടിയ, ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നല്ലേ, എവിടെ ഇരുന്ന്, ഇപ്പോൾ ഒന്നും ആയില്ലേ, ഇങ്ങനെ ഓരോ ചോദ്യം, ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്കിന് കുത്തണ പോലെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട്. പലതരത്തിൽ വേദന. അതാണ് ഹെൽപ്പ് ദോസ് ഹു ഹാവ് കൈൻഡ് ഓഫ് ട്രാവൽസ് എന്നങ്ങ് പറഞ്ഞത്. എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം നീ സന്ധിയുടെ പ്രാർത്ഥന ചെയ്യും. ഈ ഒരു പ്രാർത്ഥന അതിനു വേണ്ടിയാണ് നീ ചെയ്തത്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി ജനകോടികൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, രോഗികൾ, പീഡിതർ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലിയില്ലാത്തവർ, അതേസമയം തന്നെ ഒരു തരത്തിലും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ, പലതരത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കരയേറി അക്കരെ ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി തുഴച്ചല്ലേ കൈയും കാലം തളർന്നു പോയിട്ട് കിടപ്പിലായി പോയവരുണ്ട്. സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ആർക്കും ഉത്തരവില്ല. എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട്. ഇറങ്ങി നടന്ന് കുറച്ച് നടന്നിട്ട് അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ വളരെ അങ്കപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ഈശോയെ അവരെല്ലാം നീ ഇന്ന് ഓർക്കണം, അവരെല്ലാം നീ സന്ധിക്കണം. അവർക്ക് വേണ്ടിയെല്ലാം പറ്റുന്നത്ര എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയെ വളരാനും സുവിശേഷ സാക്ഷിയാകാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വസ്വരെ നയിക്കുക. ജോഷുവയുടെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ജോഷുവയ്ക്ക് എഴുതിയ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിച്ചോളൂ. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ ദൈവം മോശയോട് ജോഷുവയോട് പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണം എന്താണ്? ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലി, അപരിചിതമായൊരു കാര്യം, ഒരു ഉത്തരവാദിത്തം, നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യമാകാം, പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത്? അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്ന പറയണത്. നിനക്ക് വലിയ ഇപ്പോൾ ചെറിയൊരു പറയണ അച്ഛാ ഞാൻ കരിക്ക് കച്ചവടം ചെയ്യാൻ പോകുകയാണ്, എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയാം. അത് അത്രയുള്ള സംഭവം. സിമ്പിളല്ലേ? റോഡിൽ ഇരുന്ന് കരിക്ക് കിച്ചൻ ചെയ്യണ പരിപാടിയാണ്. നേരത്തെ ചെയ്ത് ഇത് കരിക്ക് എവിടുന്ന വരുന്നത് പോലും അറിയാൻ പാടില്ല. നാട്ടിൽ നിന്ന് പിരിച്ചിടാമെന്ന് വിചാരിക്കണം. ചിലപ്പോൾ അത് നടക്കത്തില്ല. കാര്യം ഒരു കരിച്ചുഴി പിരിച്ചിടാൻ കയറണതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്കിൻ്റെ 10 കരിക്ക് വിട്ട് നമുക്ക് ആ ലാഭം കിട്ടത്തില്ല. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ. അപ്പോൾ ചില പറയുന്നത് അവിടെ നാട്ടിൽ വേണ്ട കരിക്കാണെന്ന് പറയും. എന്തും ആയിക്കോട്ടെ, നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെ ഏൽപ്പിക്കും. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല, അതെന്ത് ചെയ്യണം? അതുകൊണ്ട് പ്രൊവിഷനുണ്ട്, സ്കീമുണ്ട്. ഞാനിപ്പോൾ സ്കീം എന്നല്ല പറയണത്. ഈ വഴി ഇതിക്ക് മുമ്പ് പോയിട്ടില്ല, പക്ഷേ അതെന്ത് ചെയ്യണം? പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും, കർത്താവ് നിന്നെ സഹായിക്കുമെന്നാണ്. ഇപ്പം പുതിയ വ്യക്തികളാകാം. ആ വ്യക്തികളുമായിട്ട് നിങ്ങൾ ആദ്യം സംസാരിക്കാൻ പോയി, പക്ഷേ അപ്പം കർത്താവ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സമർപ്പണ പ്രാർത്ഥന വേണം. നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പോലും വിചാരിച്ചു, ആ രാജ്യത്ത് പോലും നീ ആ സമയത്ത് നീ പോയിട്ടില്ല നേരത്തെ. അപ്പം ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ആശുപത്രി പോവുകയാണ്, ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് വരുന്നത്, വേറെ ആശുപത്രിയിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നത്, ഇവിടെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങൾ. അപ്പം ഈ വഴി ഇതിക്ക് മുമ്പ് പോയിട്ടില്ല, പോകേണ്ട വഴി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ടെക്സ്റ്റ് വാചനം ഒന്നിൽ വായിച്ചേ. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അപ്പം വഴി നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതാണ് സംഭവം. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ഒറ്റക്കല്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ജോഷുവ 1:9. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അത് ഇതാണ് കണക്റ്റഡാണ്. എന്ന് കഴിഞ്ഞാൽ ഈ വഴി ഇതിക്കുമ്പോൾ നീ പോയിട്ടില്ല, നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിനേക്കാൾ ആവശ്യങ്ങൾ ആർക്ക് വേണം? വിശ്വാസം. നമുക്ക് ഇതുപോലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ 32:8 സങ്കീർത്തനം. എന്താണ്?
നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും. പേഴ്സണൽ ബന്ധമല്ല, മുഖത്ത് നോക്കണ ആരാണ്? നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്ഥനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരാണ് മുഖത്ത് നോക്കി നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്ട് വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട്, ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച്. വിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും രക്തസാക്ഷികളും വേദസാക്ഷികളും ഒക്കെ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദിവ്യാരാധനയുടെ നിമിഷമാണ്. അത് ബോധപൂർവം മനസ്സിലാക്കി ഈ നിമിഷങ്ങളിലേക്ക് നമ്മളെ നയിച്ചത് ദൈവമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ഇതിൽ ഇമേഴ്സിലാക്കാൻ എപ്പോഴും കൃപാസനം അൾത്താറയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഒരു എക്കാലത്തേക്കുമുള്ള ഏത് കാലത്തും ഏത് വർഷവും നിങ്ങൾ ഈ ആരാധന കൂടുന്നുവോ അക്കാലങ്ങളിലെല്ലാം നിങ്ങളുടെ അപ്പോഴുള്ള വർത്തമാന കാലവുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്യണ കാണാം. അത് വചനബന്ധിയായതുകൊണ്ടും ഒരു ദൈവ പരിപാലനയുടെ പദ്ധതി പ്രയോഗമാണ് ഉടമ്പടി. അതുകൊണ്ടാണ് എക്കാലവും ഇതിനുള്ള ഒരു ധ്യാനം ഒരു സമയത്തിൻ്റെ പരിമിതി അതിനില്ലാതെ പോകുന്നതിൻ്റെ കാരണം. അത് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവും അതാത് കാലങ്ങളിൽ അവൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും ജീവിതപരവും ആയിട്ടുള്ള എല്ലാവിധ വെല്ലുവിളികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഏത് വിധമാണ് പ്രതിരോധിക്കേണ്ടതെന്നും എങ്ങനെ സുവിശേഷ വിഹിതമായി ചെയ്യുമ്പോഴാണ് അതിനൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രതിരോധിക്കാൻ കഴിയുന്നതെന്നാണ് മരിയൻ ഉടമ്പടി ധ്യാനം നമുക്ക് നൽകുന്ന ദൈവിക വെളിപാട്. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛൻ എപ്പോഴും നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് വെൻ വി പ്രേ ഓർ വെൻ വി സിങ്, നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളതിനെ ഓൺ ചെയ്യണം. തേജസ്സെഴും നിൻമുഖമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എല്ലാ ആധ്യാത്മികമായ ആപ്ലിക്കേഷൻസും അതിൻ്റെ ആക്ടിവേഷൻ നടക്കുന്ന അക്സെപ്റ്റൻസിൽ നിന്നാണ്. അതെൻ്റെ ടെക്നിക്കാണ്. എല്ലാ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിൻ്റെ ആപ്ലിക്കേഷൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണത് അത് നിറവേറി പ്രയോഗത്തിൽ വരുന്നത് അക്സെപ്റ്റൻസ് കൊണ്ടാണ്. നമ്മളത് അംഗീകരിച്ച് ഏറ്റുപറയണം. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് യാന്ത്രികമായിട്ട് ചില സമയത്ത് പോകും. അപ്പോൾ ആരാധ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പാടിക്കൊടുക്കും. പക്ഷേ ഡു യു മീൻ ഇറ്റ്? ഇപ്പോഴും അതാണ് പ്രശ്നം. ആ സിംഗിൾ ചോദ്യം തിരിച്ചു വന്നാൽ യെസ് മൈ ലോഡ് എന്ന് ഉത്തരം പറയാൻ കഴിയണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? ആക്ച്വലി യു മീൻ ഇറ്റ്. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് യാന്ത്രികമായിട്ട് പറയാം. അപ്പോൾ കർത്താവ് ചോദിക്കും ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? നീ അത് കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ് മൈ ലോഡ് എന്ന് പറയാൻ നമുക്ക് ചങ്കിൽ ഒരു ഉറപ്പോട് ചങ്കുറപ്പോടെ പറയാൻ പറ്റണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പാടുന്നത് അത് പൂർണ്ണമായി അംഗീകരിച്ച് ഏറ്റുപറയണത് ഞാൻ സത്യസന്ധമാണെന്ന് അങ്ങനെ തിരുസന്നിധിയിൽ പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സാക്ഷ്യ വിചാരണ ചെയ്യുന്നത് 2 സാക്ഷ്യങ്ങളാണ്. ആദ്യത്തെ ധ്യാനത്തിൻ്റെ ആദ്യ മുഖത്ത് സാക്ഷ്യ വിചാരണ ചെയ്യണത് ഒരു റിനിട്ടോം കോതമംഗലം, അതുപോലെ തന്നെ നിഷ തോമസ് നിലമ്പൂരി. ആഴ്ചയിൽ കുറേ അധികം വലിയ സാക്ഷ്യങ്ങൾ കാറ്റഗറിക്കലി നല്ല ഡെൻസിറ്റിയുള്ള സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ സബ്ജക്റ്റ് വൈസ് 2 സാക്ഷ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം. എന്താ ഈ നിഷ തോമസും അവരുടെ പ്രശ്നം, അവർ ഈ 2 കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 പേർക്കും കരിയർ ഗ്യാപ്പ് ഉള്ളതാണ്. കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ, നമുക്ക് ജോലി ഇപ്പോൾ നമ്മൾ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം കഴിഞ്ഞു, നമുക്ക് ജോലിയൊന്നും ആയില്ല, നമ്മൾ പെട്ടെന്ന് 10-29 വയസ്സായി നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു. പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും
കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഞ്ഞു കൂടി നമുക്ക് ജോലി കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 35 വയസ്സാകുന്നു, നമുക്ക് കരിയർ ഗ്യാപ്പായി പോകും. പിന്നെ നമ്മൾ ഈ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല. ദിസ് ഇസ് നോട്ട് ഒരു സിമ്പിൾ തിങ് അല്ല, വെരി സീരിയസ് തിങ് ആണ് ഇത് ശരിക്കും. കരിയർ ഗ്യാപ്പ്, അതുപോലെ എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം. അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫില്ല് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ പറ്റും ഇറ്റ് ഇസ് ഗ്രേറ്റ് തിങ് എന്ന് വെച്ചാൽ. കരിയർ എപ്പോഴും അത് ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി, ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ ഒരു കൊല്ലം എന്നാ ചെയ്യുകയായിരുന്നെന്ന് ചോദിക്കും. അത് അവർ പെട്ടെന്ന് ചോദിക്കത്തില്ല. ആദ്യമൊക്കെ അവർ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും. ഈ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം. സോ അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ പോയില്ലേ, എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി. അപ്പോൾ നിങ്ങൾ അയോഗ്യരായി. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ്. അതാണ് പ്രശ്നം, മെറിറ്റ് പോകുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥന രൂപമുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടിയാണ് മെറിറ്റ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിവീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കാലങ്ങളിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ ക്യാൻ വി കൺഫ്രണ്ട് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ. അപ്പോൾ ദൈവം അതിനെ കണ്ടത്, വിഷയങ്ങൾ കണ്ടത് എന്താണ്, ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ്, മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ ഇപ്പോൾ നിഷ തോമസിൻ്റെ നിലമ്പൂർ സാക്ഷി എന്താണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ടെന്ന്. എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്, ചില പഠിക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ്. അപ്പോൾ എന്താ അവളെ പറയാതെ പറഞ്ഞത് എന്താണ്, എനിക്ക് മെറിറ്റില്ലെന്നായി പറയണത്, എനിക്ക് മെറിറ്റില്ല. ഒക്കെ എന്താ ചെയ്യേണ്ടത്, അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ളത് പണ്ട് പോലെ. അപ്പോൾ എങ്കിലും നമുക്ക് മെറിറ്റില്ലെങ്കിലും ഇവളിതിന് ആഗ്രഹിക്കും ഉള്ളിൽ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മെറിറ്റില്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്. പക്ഷേ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല, അത് സ്വകാര്യമാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം, പക്ഷേ അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും. ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത്. ഈ വിശ്വാസം ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ്, കുറേ കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിനില്ലതാനും, അതാണ് സംഭവം. നമുക്ക് വേറെ ഇല്ല. ഇപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ അത് കേട്ടത് കൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഹൃദയം തന്നെ ഇപ്പോഴും ഉള്ളൂ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു 60% ദൈവസ്നേഹം കണ്ടൻറ്റ് വൈസ് ദൈവസ്നേഹം നിറയണം. മനസ്സിലാച്ചാൽ പറഞ്ഞ് മനസ്സിലായി. നിങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ്, അതിനകത്ത് ദൈവസ്നേഹമില്ല, അതുപോലെ തന്നെ പ്രത്യാശയുമില്ല. വിശ്വാസമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിനകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം. പിന്നെന്താ ഉണ്ടാകണം? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം. ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. ഒന്ന്, വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഈ ഫെയ്ത്ത് കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് 2-3 കോടി കടമാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കുള്ള സ്ഥലമോ കമ്പനിയൊക്കെ വിറ്റ് മാറ്റാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് അറിയാം, കമ്പനി വിറ്റാലും 1.5 കോടിയേ കിട്ടത്തുള്ളൂ, അത് വിൽക്കുന്നില്ലാത്തത്തോളം കാലം പലിശ കൂടിക്കൊണ്ടേയിരിക്കും എന്നറിയാം. ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണെന്ന് വിചാരിച്ചോ. സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്,
ഇവർ ചില ആൾക്കാർ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയും. അത് പിന്നെ അവർ പോട്ടെ, അത് അവർക്ക് വിശ്വാസമില്ല, പിന്നെ എന്നാ ചെയ്യാനാണ്? വിശ്വാസമില്ലല്ലോ അവർക്ക്. അവരതിനെ അതിനതിജീവിക്കാൻ വേണ്ടിയുള്ള ആംബിയറില്ല. നമ്മളിപ്പോൾ വെൻറ്റിലേറ്റർ വെച്ച് കൊടുത്തു, വെൻറ്റിലേറ്റർ മാറ്റിയ ആൾ ചാകുമെങ്കിൽ ചത്തുപോകാനല്ലേ മെഡിക്കൽ സയൻസ് പറയത്തുള്ളൂ. വെൻറ്റിലേറ്റർ വെച്ച് കൃത്രിമമായിട്ട് ശ്വാസം ഉണ്ടാക്കാം, അതെടുത്ത് മാറ്റിയ ആൾ തട്ടിപ്പോവെങ്കിൽ വേറെ എന്തിനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വെൻറ്റിലേറ്റർ വെക്കാൻ പറ്റുമോ? ഓരോ വെൻറ്റിലേറ്ററിൻ്റെയൊക്കെ ഓരോ മണിക്കൂറിന് 700 രൂപയൊക്കെ ചോദിക്കണം ചിലയിടത്തൊക്കെ. അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ്? നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം. കാര്യം ഇപ്പോൾ വിശ്വാസം ഇല്ലെന്നല്ല, ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട്. ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ്. ഇപ്പം പത്താഴം പറ്റൂ, ചക്കി കുത്തി, അമ്മ വെച്ചു, ഞാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഈ ആന്തരിക ജീവിതമില്ലേ, അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്തു വരത്തില്ല. എന്താ കാര്യം? എല്ലാം റെഡിമെയ്ഡ്, റെഡി ടു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാം കിട്ടി വരത്തില്ലേ. ഈ ജീവിതത്തിലെല്ലാം കിട്ടി വരണത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും. നമുക്ക് ബ്ലെസ്സിങ് തോന്നാമെങ്കിലും അതായത് കേഴ്സ് ഡിസ്കൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ്, അതായത് ഒരു ശാപമാണ്, പക്ഷേ അത് ബ്ലെസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്താണ്? എവറിത്തിങ് ഈസ് ഗിവൺ. ദിസ് ഈസ് ലൈഫിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് വേണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ്, നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലാണ്. വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തരെ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാച് ഒഴിവാക്കുകയാണ്. അപ്പൻ്റെ വേഷത്തിലും അങ്കിളിൻ്റെ വേഷത്തിലും ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ വിഷം കെട്ടി വന്നിരിക്കണ പിശാചാണ്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും. അവിടെ അങ്കിളുണ്ടായിരുന്നു, UK ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ അപ്പൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശാച് അവരെ ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ അങ്കിളെ നിങ്ങൾക്ക് സഹായിക്കും, അല്ലെങ്കിൽ ആൻറ്റി സഹായിക്കും, അപ്പൻ്റെ ചാർച്ചക്കാർ സഹായിക്കും. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും, നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങൾ വീട് വെക്കും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഹൈഫൈവായിട്ട് നിങ്ങൾ ജീവിക്കും, അവസാനം ചത്തുപോകും. പരിപാടി തീർന്നു. കാര്യം എന്താ? ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. നിത്യത കൂടെ വരാൻ പറ്റാത്ത ഒരു പട്ടികളെയും സൂക്ഷിക്കരുത്. നിത്യത വരെ, അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്താ ഇങ്ങനെ കിടക്കണേ? ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത്. എന്തുകൊണ്ടാണ്? നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി, നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആൾ പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സഹായിക്കുന്നവരെ കുറ്റം പറയുകയല്ല, സഹായിക്കുന്നവരെ ദൈവത്തെക്കാൾ ഉപരി അമിതമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് അകന്നു പോകരുത്. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ റിയ ടോമിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവിടെ പ്രശ്നം എന്താണ്? ഇവർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, BTech എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിൽ UK അവർക്ക് എഞ്ചിനീയറിങ്ങിന് മാസ്റ്റർ ഡിഗ്രി വേണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ സ്വപ്നം. അതാണ് എഞ്ചിനീയറിങ്ങിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികം നമ്മളിനി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ, ടച്ച് വിട്ടു പോയെന്നൊക്കെ പറയുകയില്ലേ. നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം. മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച്. പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങളെ കർത്താവിൻ്റെ പരിഗണനയിലാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഇവർക്ക് പച്ചകടാതെ സൂക്ഷിച്ചത് എന്താണ്?
ദൈവമായിട്ടുള്ള ടച്ചാണ്. ലാംഗ്വേജുമായിട്ട് ടച്ച് വിട്ട് പോയിട്ടുണ്ട്, കരിയറുമായിട്ട് ടച്ച് വിട്ട് പോയി, പക്ഷേ ദൈവമായിട്ട് ടച്ച് വിട്ട് പോയിട്ടില്ല. എൻ്റെ ദൈവഭയത്തിലെ ഉടമ്പടി എന്താ ചെയ്യണത്? നിന്നെ ദൈവമായിട്ട് ടച്ച് ചെയ്യിക്കുകയാണ്. മനസ്സിലായില്ലേ? ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിന്നെ ഒരു വലിയ പവർ ഹൗസുമായിട്ട് നിന്നെ ടച്ച് ചെയ്യിക്കുകയാണ്. കാര്യം ഉടമ്പടി ബൈബിളിലെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ് ഉള്ളത്. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ടാകും ഉടമ്പടിയുടെ ഒരു വാട്ടർമാർക്ക്. ബൈബിളിൻ്റെ ഒരു സെക്യൂരിറ്റി നമ്മൾ ത്രെഡ് എന്ന് പറയത്തില്ലേ, സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ്. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ ഛായാപരമായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് അല്ലെ ഇക്വേഷൻസ് എല്ലാ പേജിലും കാണും. അതാണ് ബൈബിളിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. കാര്യം ബൈബിൾ ബേസിക്കായിട്ട് ഉടമ്പടി ബുക്കാണല്ലോ. മോസസിൻ്റെ കാലത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് മോസസിലൂടെ ബൈബിൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മോസസ് തന്നെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ബുക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടിരുന്നത്. ബൈബിളെന്നല്ല വിളിച്ചത്. അപ്പോൾ ബൈബിള് അപ്പോൾ തന്നെ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അത് ഒരു ബുക്ക് ഓഫ് കോവനൻ്റാണ്, ഉടമ്പടി ബുക്കാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വ്യത്യസ്തങ്ങളായ ഛായകൾ ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ജല ഛായ പോലെകൾ ഇങ്ങനെ കിടക്കും. അതിനകത്ത് ഒരു വചനമാണ് നമ്മൾ 14:23 യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 14:23 ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ പിന്നെ എന്താ സംഭവിക്കുക? അതിൻ്റെ സംഭവം എന്താണ്? അത് ഉടമ്പടി. അതായത് നിങ്ങൾ ഉടമ്പടി ചെയ്താൽ എന്നുള്ള വാക്കാണ് വരണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ വായിച്ചോളൂ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നിട്ട് പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഓക്കെ, വായിച്ചോളൂ. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് എൻ്റെ ബേസിക്. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മോശോധന ചെയ്യണത് എന്താണ്? കർത്താവേ, എനിക്ക് അങ്ങയുള്ള സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കാര്യം ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധമാനമാക്കണമേ. ഇതൊരു ബേസിക് പ്രെയറാണ്. എന്താ കാര്യം? എന്താ സംഭവിക്കണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കണം? എൻ്റെ ഇഫക്റ്റ് എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കും. എന്നുവെച്ചാൽ അവൻ പറയണ പോലെ ചെയ്യും. അതാണ് സംഭവം. മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ആ യോഹന്നാൻ 2:5 അതേ ഉടമ്പടി ഫോർമുല തന്നെയാണ് 14:23 വരണത്. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൻ്റെ ഓരോ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്ക് ഉണ്ടാണ്. ബൈബിളിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. ബൈബിളിൻ്റെ അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവം നൽകിയ ഗ്രന്ഥമാണെന്ന് പറയണത്. കാര്യം ഉടമ്പടി ബേസിലാണ് അന്ത്യം വരെ പോണത് എല്ലാപ്പോഴും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി ആശ്രയിച്ച് അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ 90 ദിവസം ഉള്ളെങ്കിലും ബൈ റിലേഷൻ ഉടമ്പടി ബേസിക് അതിൻ്റെ പേരെന്താണ്? ബേരിദ് എന്നാണ്. ബേരിദ്, നോട്ട് കരാർ. കരാർ മീൻസ് ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന, മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നതിനാണ്, സമ്മതങ്ങൾക്കാണ്, പരസ്പര സമ്മതത്തിനാണ് കരാർ എന്ന് പറയുന്നത്. അത് അറബിക് ടേമാണ്. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഹീബ്രു ടേമാണ്. ഹീബ്രു ടേമിൻ്റെ ഉടമ്പടിക്ക് കവനൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ ഹെബ്രായ ഭാഷയിൽ പറയണത് ബേരിദ് എന്നാണ്. ബേരിദ് മീൻസ് റിലേഷൻ. നിങ്ങൾ ദൈവവുമായിട്ട് റിലേഷനിൽ വരികയാണ്. 90 ദിവസത്തേക്കാണ് ആ റിലേഷൻ. ആണോ? നിങ്ങൾ പറയാം ആണോ? അല്ല. ഒരു അനുഷ്ഠാന ക്രമം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ അത് അനുഷ്ഠാന ക്രമം അവസാനിപ്പിക്കാം. പക്ഷേ റിലേഷൻ പോകത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവമായിട്ട് ഒരു കരുതൽ, ഒരു നിത്യത വരെയുള്ള റിലേഷനെ ആക്കം കൂട്ടുകയും അതിനെ ബ്രഷപ്പ് ചെയ്യുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയണം, മരിയൻ ഉടമ്പടി. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഒന്ന് വായിച്ച വചനങ്ങൾ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്ന് ഏറ്റുപറഞ്ഞ സ്വരത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതിന്റെ ഇഫക്റ്റ് എന്താണ്? വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വചനം പാലിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണം? വായിച്ചോളൂ.
എൻ്റെ പിതാവ് അവനെ ആ, സ്നേഹിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. കാര്യം മാറി, മനസ്സിലായില്ലേ? വിഷയം മാറി. ഉടമ്പടി എടുക്കുന്നുമ്പോഴുള്ള അവസ്ഥ അല്ല ഇപ്പോൾ വരാൻ പോണത്. എന്താണ്? എൻ്റെ പിതാവ് രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് ഉടമ്പടി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് വരുത്തുന്ന ആരാണ്? എൻ്റെ പിതാവ്. എൻ്റെ വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും പറഞ്ഞേ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് ദേവനെ കണ്ടില്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞ ഞങ്ങൾ അവൻ്റെ ഇപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? പരിശുദ്ധാത്മ കൂടിയായി. ഉടമ്പടി പോണ പോക്കണ്ടില്ലേ? വെടിച്ചില് പോലെ കയറി പോവുകയാണ്. നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കണ്ടതാണ് വിഷയം പറഞ്ഞണ്ട. നിങ്ങൾ ചെയ്തത്രേ ഉള്ളൂ. പക്ഷേ അത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ സംഭവിക്കാമ്പോൾ എന്താണ്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും പറഞ്ഞേ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ത്രിത്വൈക ദൈവം ഏകദൈവം, അതായത് ദൈവം ത്രിത്വൈക ദൈവം വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസമുറപ്പിച്ചാൽ മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ വാസം ഉറപ്പിക്കലൊന്നും നടക്കത്തില്ല, അറിയാമല്ലോ. ചിലർ എഴുതിയെന്ന് പറയും, ചിലർ ചെല്ലിയെന്നൊക്കെ പറയും. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അല്ല ഉടമ്പടി, മനസ്സിലായില്ലേ? ചിലർ പറഞ്ഞ് ഞാൻ 1000 തവണ ബൈബിൾ എഴുതി, ചിലർ പറയും ഞാൻ 500 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ ഇതൊന്നും ഉള്ള ഉടമ്പടി. ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യ വേർഷൻസാണ്. ഞാനതിനെ നിഷേധിക്കൊന്നുമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതണതും ചൊല്ലണതും ഒന്നും അല്ല. ബേസിക്കായിട്ട് അത് ചെയ്യണതാണ്. ചൊല്ലണ പ്രാർത്ഥനയല്ല, എഴുതണ പ്രാർത്ഥനയല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ എൻ്റെ പിതാവ് വന്ന് നിങ്ങളിൽ വസിക്കും. എന്താ? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും, അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? ത്രിത്വൈക ദൈവം. അതാണ് അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ്. അതായത് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളിൽ വാസമുറപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളെ കൂടാതെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയങ്ങാണ്ട് ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. മനുഷ്യന്മാരിൽ നിങ്ങൾ ആശ്രയിച്ച് പോയാൽ പണി 8ൻ്റെ അല്ല 164 പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം, പക്ഷേ സഹായിക്കേണ്ടെന്ന ഒന്നൊന്നുമല്ല, അവിടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, വേറെ ആരെങ്കിലും കർത്താവ് എന്ന് വിളിക്കരുതെന്ന്. അല്ലെ, കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുത്. മനസ്സിലായില്ലേ? കർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ. അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അങ്ങ് തന്നെയാകാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഒന്ന് പറഞ്ഞേ, 14:10 അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14:10 ഒന്ന് പറഞ്ഞേ. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ്. ഉടമ്പടിയുടെ കറക്റ്റ് ആപ്തവാക്യം എന്താണ്? Ephesians 2:8 എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണമെന്നാണ് ഈ യോഹന്നാൻ 14:23 പറയണത്. മനസ്സിലായില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോൾ
എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:10 വായിച്ച മോളെ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ്, ഏറ്റു പറഞ്ഞേ, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പം ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ അല്ലേ? ഇപ്പം റിയ ടോമിൻ്റെ സാക്ഷ്യങ്ങളിലെ റിയ ടോം പറയണതേ, എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. എന്നുവെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഇവൾ ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്താ പറയുക, എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട്, പാസ്പോർട്ടിൻ്റെ 24-ാം പേജൊന്ന്, ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീ ഈസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 എന്ന് പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ്, 18 അതായത് 18 എന്നാണ് അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും, എടി ഇന്ന് 18 ഏയ് അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രേയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയ്യടിച്ച് കർത്താവിനെ